ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്കെതിരെ യുവമോർച്ച പ്രതിഷേധം. ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തുകയാണ്. ധനസ് വിശദാംശങ്ങൾ നൽകും സുമോദ്. നേരത്തെയും സോണിയാഗാന്ധിയുടെ വസതിക്ക് നേരെ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിന് തുടർച്ചയായിട്ട് കാണണം എന്തൊക്കെയാണ് ഇവിടെ യുവമോർച്ച പ്രവർത്തകർ അവരുടെ മുദ്രാവാക്യങ്ങളിൽ പ്രകടനങ്ങളിൽ ഉയർത്തുന്ന കാര്യങ്ങൾ. യുവമോർച്ചയുടെ മാർച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടനത്തിൽ വളരെ രാഷ്ട്രീയ വിവാദമായേക്കാവുന്ന ചില പ്രസംഗം തന്നെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ സ്വർണ്ണക്കൊള്ളക്ക് എതിരെ നേരത്തെ ഇതുപോലെ അക്രമങ്ങളും അഴിമതികളും ഉണ്ടായിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ഒരു നിരാഹാര സമരം പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അത് ഹൈക്കമാൻഡ് ഇടപെട്ട് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. നിരവധി തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സോണിയാഗാന്ധി കൂടിക്കാഴ്ച നടത്തി സ്വർണ്ണക്കൊള്ളയിൽ നിന്നും സോണിയാഗാന്ധിക്ക് എന്ത് കിട്ടി എന്ന് വ്യക്തമാക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നു. പോറ്റിക്കൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ചിത്രം ലോകമെങ്ങും കാണുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർക്ക് അയ്യപ്പനെ കൊള്ളയടിച്ചവരുമായിട്ട് അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം കൂടി അവർ പറയുന്നു. മാത്രമല്ല കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് നേരെ ഇരട്ട ആക്രമണമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. വിശ്വാസത്തിനും സമ്പത്തിനും നേരെയുള്ള ആക്രമണമാണ് നടത്തിയത്. UPA കാലഘട്ടം ജനങ്ങളെ കൊള്ളയടിച്ച സമയമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടത്തുന്ന സമരത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റിയും സോണിയാഗാന്ധിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസും CPMും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്നും ഇത്തരത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയതിൽ CPMനും കോൺഗ്രസിനും ഒരേപോലെ ബന്ധമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർച്ച് ആരംഭിക്കുന്നത്. ശരി.